ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ സ്റ്റോറി പാണ്ട. ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് പോവാം. ഫൂ ആണേൽ ഇപ്പോൾ പെന്നിയുടെ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. പെന്നിയാണേൽ അവളുടെ കമ്പനിയും ഷയോ ചിങ്ങുമായിട്ടുള്ള പ്രശ്നമൊക്കെ അവനോട് കാര്യം പറഞ്ഞു. എന്നിട്ട് പറയും, നിൻ്റെ കമ്പനിയിൽ ബെസ്റ്റ് ലോയേഴ്സ് ഇല്ലേ, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കും. അപ്പോൾ അവനിങ്ങനെ പറയാണ്, നിൻ്റെ ഹസ്ബൻഡാണ് ഇതെല്ലാം ഇങ്ങനെ ആക്കിയത്. എന്നിട്ട് അവൻ നിന്നെയാണ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേക്കുന്നത് ബെഗ് ചെയ്യാനായിട്ട്. അവനെവിടെ? ഇതിൻ്റെ ഉത്തരവാദി അവനല്ലേ, അവനിവിടെ കാണാനില്ലല്ലോ. ഫൂയുടെ മനസ്സിലെന്താന്ന് വെച്ചാൽ അവൻ ഓൾറെഡി കണ്ടല്ലോ ലിയാങ് ഒരു പെണ്ണുമായിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ പെന്നി പറയും, അവൻ വേറൊരു കാര്യമായിട്ട് ബിസിയാണ്, ഇപ്പം ഞാനുണ്ടല്ലോ, ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാം. ഫൂ എഴുന്നേറ്റിട്ട് പറയും, നീ അവൻ അത്രയ്ക്കും വേണ്ടി കെയർ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ പെന്നി പറയും, അവൻ എനിക്ക് വേണ്ടിയിട്ടും നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ടും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്നൊന്നും ആലോചിക്കാതെ തന്നെ ഷായോയുടെ കൂടെ ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തത്. അപ്പോൾ ഫൂ പറയുന്നുണ്ട്, എനിക്കൊരു കണ്ടീഷനുണ്ട്, ആ കണ്ടീഷൻ നീ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. പെന്നി പറയും, കണ്ടീഷനോ? എന്ത് കണ്ടീഷനാണെങ്കിലും ഞാൻ ഓക്കെയാണ്. അപ്പോൾ അവൻ പറയാണ്, എന്നെ ഡേറ്റ് ചെയ്യണം. ഡേറ്റ് ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ പെന്നി ഒന്ന് ഇതാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, ഫൂ എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, റീസൺ എന്താണെന്ന് പറയാമോ? അപ്പോൾ ഫൂ പറയാണ്, നിനക്ക് അവനോടുള്ള സ്നേഹം അത് ശരിക്കുമുള്ള സ്നേഹമാണോ എന്ന് എനിക്കറിയണം. അപ്പോൾ ഫൂയുടെ ഫോണിലേക്ക് ചെന്നിൻ്റെ മെസ്സേജ് വരികയാണ്. ചെൻ മറ്റേ ലിയാങ്ങിനെയും ആ പെൺകുട്ടിയെയും ഫോളോ ചെയ്ത് പോയിരുന്നല്ലോ. ലിയാങ്ങും അവളും കൂടി ഇപ്പോൾ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയാണെന്നും പറഞ്ഞാണ് ചെൻ ഇവന് മെസ്സേജ് ഇടുന്നത്. ഫൂ എന്നിട്ട് പെന്നിയോട് ചോദിക്കും, നീ എന്ത് പറയുന്നു, ഓക്കെ ആണോ? അങ്ങനെ അവൾ സമ്മതിക്കുകയാണ്. ശരി, എങ്കിൽ നമുക്ക് ഡേറ്റ് ചെയ്യാം. അവൾ ഓക്കെ പറയുന്നതും ഫൂ ആണെങ്കിൽ അവളെ കൈ പിടിച്ച് നമുക്കിപ്പോൾ തന്നെ പോകാമെന്നും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോവാണ്. അവൻ നേരെ വരുന്നത് ലിയാങ്ങും ആ പെൺകുട്ടി ഇരിക്കുന്ന കോഫി ഷോപ്പിലേക്കാണ്. അത് ആക്ച്വലി ലിയാങ്ങിൻ്റെ ഗേൾ ഫ്രണ്ടാണ്. പെന്നിയും കൂട്ടി ഫൂ അവിടെ വന്ന് ഒരു ടേബിളിലിരിക്കും. പെന്നി ഇങ്ങനെ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ടേബിളിൽ ലിയാങ് ഇരിപ്പുണ്ട്. അവനും ഇവളെ നോക്കുമ്പോഴത്തേക്കും ആകെ ഞെട്ടുകയാണ്. ഫൂയും പെന്നിയും കൂടെ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഫൂ ഉടനെ ലിയാങ്ങിനോട് പറയാണ്, എന്തൊരു കോയിൻസിഡൻസ് ആണ്, നമ്മളിവിടെ വെച്ച് മീറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ലിയാങ്, അതിൻ്റെ വൈഫിനെ ഞാനൊന്ന് ഡേറ്റിന് ക്ഷണിച്ചിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഫൂ ചോദിക്കുകയാണ് അവനോട്. അപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അവൾ ചോദിക്കുകയാണ്, വൈഫോ? അവൻ്റെ ഗേൾ ഫ്രണ്ട് ആകെ ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് എഴുന്നേറ്റ് സംസാരിക്കുകയാണ്, ലിയാങ് നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്, നീ എന്നോട് പറയാണ്ട് പെന്നിയെ കല്യാണം കഴിച്ചോ? അപ്പോൾ പെന്നി ഓടി വന്ന് അവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയും, ഞാൻ നിന്നോട് ഇത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അഥവാ ലിയാങ് അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് സത്യം പറയുകയാണെങ്കിൽ ഫൂവും ആ കാര്യം അറിയുമല്ലോ, ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് പെന്നി ഇടയ്ക്ക് കയറി ഓടി വന്ന് അവളോട് അങ്ങനെയൊക്കെ പറയുന്നത്. അതെ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആരോടും പറഞ്ഞില്ല, തൽക്കാലം ഞങ്ങളിത് സീക്രട്ടായിട്ട് വെക്കാനായിട്ട് ശ്രമിച്ചു, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ലിയാങ്ങിൻ്റെ ഗേൾ ഫ്രണ്ടിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. അവൾ ലിയാങ്ങിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്നെ ചതിക്കുമായിരുന്നു എന്ന് ഞാൻ കരുതിയില്ല, നീ എന്തുവാണ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നതെന്ന് ഞാൻ കാത്തിരിക്കുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് വാ, അപ്പോൾ ഞാൻ നിന്നോട് കാണാം എന്നും പറഞ്ഞ് ആ ഗേൾ ഫ്രണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ്. അവളിങ്ങനെ പോകാനായിട്ട് 2 സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഫൂ പറയാണ്, പിന്നീടത്തേക്കാക്കുന്ന എന്തിനാ എക്സ്പ്ലനേഷൻ, ഇവിടെ വെച്ച് ഇപ്പം തന്നെ ചെയ്തൂടെ? അപ്പോൾ പെന്നിക്കും ദേഷ്യം വരുന്നുണ്ട്. പെന്നി പറയുന്നുണ്ട്, ഫൂ നിങ്ങൾ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക്. അപ്പോൾ ഫൂ പറയും, ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇടപെടുന്നില്ല, പക്ഷേ നിൻ്റെ കാര്യം അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഫൂ എഴുന്നേറ്റ് വന്നിട്ട് ലിയാങ്ങിനോട് പറയാണ്, ഒരു നല്ല പുരുഷനാണെങ്കിൽ അവൻ 2 പെൺകുട്ടികളെ വിഷമിപ്പിക്കാനായിട്ട് പാടില്ല. നീ പറ, ഇതിൽ ആരെ നീ ചൂസ് ചെയ്യും, നിൻ്റെ ലവറോ അതോ നിൻ്റെ വൈഫോ എന്നും പറഞ്ഞ് പെന്നിയെയും ഗേൾ ഫ്രണ്ടിനെയും ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ലിയാങ് ആണെങ്കിൽ ആകെ പെട്ടു, അവനൊന്നും പറയാനും പറ്റുന്നില്ല. അവനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. പെന്നിയാണെങ്കിൽ അവനെ കണ്ണു കാണിക്കുകയാണ്, എടാ ഒന്നും സത്യം പുറത്തു പറയല്ലേ. അപ്പോൾ ലിയാങ് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഞാനിപ്പോൾ സത്യം പുറത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെന്നിക്ക് വീണ്ടും ഫൂയുടെ പുറകെ നടക്കേണ്ടി വരും. അഥവാ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് അവൾ എന്നെ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അവൾ എന്നെ പനിക്കിടും. എന്നിട്ട് അവന് ഒരു ഗത്യന്തരവും ഇല്ലാതുണ്ട്, പെട്ടെന്ന് എനിക്കെൻ്റെ വൈഫിനെ മതി എന്നും പറഞ്ഞ് പെന്നിയെ കൈ കാണിക്കുകയാണ്. ഉടനെ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അവൻ്റെ കരണത്തിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ പിണങ്ങി പോകും. അപ്പോൾ ലിയാങ് ആണെങ്കിൽ അവളുടെ പുറകെ പോവുകയാണ്, എടി നിനക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഫൂ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ ഹസ്ബൻഡ് 2 ടൈമിങ് ചെയ്യുകയാണ്, അവൻ ഇവളെ പറ്റിക്കുകയാണ്, ഇവൾ സത്യം മനസ്സിലാക്കണം എന്നൊക്കെയാണ്. അപ്പോൾ പെന്നി പറയും, മിസ്റ്റർ ഫൂ നിങ്ങൾ ഇപ്പോൾ ചെയ്ത കാര്യം മോശമായിപ്പോയി, നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി മാറ്ററിലേക്ക് ഇടപെടാനായിട്ട് വരരുതായിരുന്നു, നിങ്ങൾ ആ ലൈൻ ക്രോസ് ചെയ്തു. അപ്പോൾ ഫൂ പറയും, എനിക്ക് ജസ്റ്റ് അവൻ നിന്നെ ഡിസീവ് ചെയ്യുന്നുണ്ട് എന്ന് നിന്നെ അറിയിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെന്നി പറയും, എന്നെക്കുറിച്ച് കൺസേൺ ചെയ്യുന്നതിന് താങ്ക്സ് ഉണ്ട്, പക്ഷേ ഞാൻ എന്തായാലും അവനെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നില്ല. ഫൂ ചോദിക്കും, അതെന്താ? അവൾ പറയും, ഇതാ ഇപ്പം തന്നെ കണ്ടില്ലേ,
അവന് വേറൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവനെന്നെ ഡിസ്കാർഡ് ചെയ്തില്ലല്ലോ. അവൻ്റെ വൈഫാണ് ഞാനെന്ന് അവനൊരിക്കലും മറച്ചു വച്ചില്ല. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയ്ക്ക് ഫ്രജൈലൊന്നുമല്ല. പോരാത്തതിന് ഞാൻ അവനെ ലവ് ചെയ്യുന്നുണ്ട്. ഫൂ ചോദിക്കുകയാണ്, ഉറപ്പാണോ? അപ്പോൾ അവൾ പറയും, പിന്നല്ലേ, ഉറപ്പാണ്. പിന്നെ ഫൂ, നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ അത് ഞാൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ ഡേറ്റ് ചെയ്തു. ഇനി എന്നെ ഹെൽപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ ഫൂ പറയാണ്, ഞാൻ ഒരു പ്രാവശ്യം ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഇനിയും എന്നെ ഡേറ്റ് ചെയ്യണം. വാ, എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ് എന്നും പറഞ്ഞ് അവളുടെ കൈ പിടിക്കുമ്പോൾ അവൾ തട്ടി മാറ്റുന്നുണ്ട്. ഇതും കണ്ടുകൊണ്ട് ഒരാൾ വരുന്നുണ്ട്. ഇത് ഷെൻ വുയാനാണ്. അവളുടെ പെന്നിയുടെ രണ്ടാനമ്മയുടെ മകളാണ്. ഈ വുയാനാണെങ്കിൽ പണ്ട് മുതലേ, കുഞ്ഞിലേ മുതലേ പെന്നിയോട് ജലസിയാണ്. കാരണം ഇവരുടെ അച്ഛനുണ്ടല്ലോ, 3 വർഷത്തിന് മുന്നേ ഇവളുടെ ഒരു ബർത്ത്ഡേ ആഘോഷത്തിന് കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ടിരിക്കുമ്പോഴത്തേക്കും അച്ഛൻ അവളോട് പറയുന്നുണ്ട്, പെന്നിയോട്, എൻ്റെ മോള് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പോവാണ്, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയാണ്. പക്ഷെ അന്ന് തന്നെയാണ് വുയാൻ്റെ ബർത്ത്ഡേയും. അപ്പോൾ രണ്ടാനമ്മ പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ വുയാൻ എന്നും പറയുന്നുണ്ട്. അപ്പം അച്ഛൻ ആദ്യം ഇവളെ പൊക്കി പറഞ്ഞില്ല, ഇവളെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ള ഒരു ചിന്ത അവൾക്ക് എപ്പോഴും ഉള്ളിലുണ്ട്. ഞാൻ എപ്പോഴും രണ്ടാമതേ ആവുന്നുള്ളൂ എന്നുള്ള ചിന്തയാണ് അവൾക്ക്. അങ്ങനെ അതും ചിന്തിച്ചിങ്ങനെ നടന്നു വരുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിക്കാനായിട്ട് വരുമ്പോൾ ഫൂയാണ് അവളെ വന്ന് രക്ഷിക്കുന്നത്. അപ്പോൾ അന്ന് ഇവൻ വന്ന് അവളെ രക്ഷിച്ചത് കാരണം അവൾക്ക് ചെറുതായിട്ട് അവനോട് ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ച് നടക്കണം എന്നും പറഞ്ഞിട്ട് അവൻ പോകുന്നു. ആ സംഭവം വർഷങ്ങൾക്ക് മുന്നെയാണ്. അതിനുശേഷം അവളിപ്പോൾ ഇപ്പോഴാണ് കാണുന്നത് പെന്നിയുടെ കൂടെ. ഞാൻ വീണ്ടും അവനെ കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് ഊയാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷമാവുകയാണ്. ജെൻ അപ്പോഴേക്കും ഫൂയുടെ അടുത്തെന്ന് പറയും, മിസ്റ്റർ ഫൂ, നമുക്കൊരു മീറ്റിംഗ് ഉടനെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവനെ ഫൂ എന്ന് വിളിച്ചപ്പോഴത്തേക്കും വുയാനാണെങ്കിൽ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, ഫൂയോ, മിസ്റ്റർ ഫൂയോ, ഇവൻ ഫൂ യങ് ചാങ് ആയിരുന്നോ എന്ന് അവളിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ മറ്റു പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ അത് ഷെങ്മിയാനാണോ എന്നും അവൾ വിചാരിക്കുകയാണ്. ഷെങ്മിയാൻ, അവളുടെ ഹസ്ബൻഡാണ് ഫൂ യങ് ചാങ്. അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, മിയാൻ, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നീ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഫൂ യങ് ചാങ് മിയാൻ്റെ ഹസ്ബൻഡാണ്, അതായത് എൻ്റെ ബ്രദർ ഇൻ ലോ. പക്ഷേ അമ്മ പറയുന്നത് കേട്ടത് ഫൂ യങ് ചാൻ ഇവളെ ഹേറ്റ് ചെയ്യാണ്, ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതെന്നല്ലേ. പക്ഷെ അവരെങ്ങനെയാണ് ഇത്രയും ക്ലോസ് ആയിരിക്കുന്നത്? എന്തോ സംഭവിക്കുന്നുണ്ട് എന്നവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഫൂ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇവൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ചെന്നിനോട് ചോദിക്കുകയാണ്, അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അപ്പോൾ ചെൻ പറയും, അത് 3 മാസം കഴിഞ്ഞിട്ടാണ് ഫൂ പറയും, അത് അടുത്ത ആഴ്ച തന്നെ നടത്തണം. ചെൻ പറയും, നമുക്കതിന് സമയമില്ലല്ലോ ഇത്രയും പെട്ടെന്ന് നടത്താനായിട്ട്. ഫൂ പറയും, അതൊന്നും എനിക്കറിയണ്ട, അടുത്ത ആഴ്ച തന്നെ പാർട്ടി നടത്തണം. പിന്നെ പെന്നിക്ക് ഒരു ഗൗൺ അയക്കണം. ഇന്ന് രാത്രി നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ അവളെ ഇൻവൈറ്റ് ചെയ്യണം. പോരാത്തതിന് അവളുമായിട്ട് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത എല്ലാ ആൾക്കാരെയും വിളിക്കണം. അന്ന് രാത്രി ചെൻ പെന്നിയെ വിളിച്ചിട്ട് വരികയാണ് ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക്. ചെൻ അവളോട് പറയുന്നുണ്ട്, പെന്നി, ഈ പ്രോഗ്രാം നിനക്ക് വേണ്ടിയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്തോളൂ. അപ്പോൾ പെന്നി ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ടോ? അപ്പോൾ ഊയാനും അവിടെ എത്തുന്നുണ്ട് ഇവളെന്താ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. പെന്നി പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഫൂ അവിടെ മറ്റുള്ളവരായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവളിങ്ങനെ അവനെ നോക്കി നിൽക്കും. അവൻ അവളെ കാണുമ്പോഴത്തേക്കും അവളുടെ അടുത്തേക്ക് വരികയാണ്. അവളോട് പറയും, ഈ ഗൗണിൽ നിന്നെ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട്. അവളെ താങ്ക് യു എന്ന് പറയും. എന്നിട്ട് അവളെ വിളിച്ചുകൊണ്ടുപോയി സെൻറ്ററിൽ നിർത്തിയിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവരും ശ്രദ്ധിക്കോ, ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് പെന്നി, എൻ്റെ പുതിയ ഡിസൈനറാണ്. ഇവള് വളരെ ടാലൻറ്റഡ് ആണ്. എൻ്റെ പുതിയ വില്ല ഡിസൈൻ ചെയ്യുന്നത് പെന്നിയാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കുകയാണ്, ഇവളാണോ അവൻ്റെ വില്ല ഡിസൈൻ ചെയ്യുന്നത് എന്നൊക്കെ. ഫൂ ആരെങ്കിലും ചൂസ് ചെയ്യുന്നെങ്കിൽ അത്രയും ടാലൻറ്റഡും കഴിവുമുള്ള ആൾക്കാരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചുറ്റുമുള്ളവരിൽ കുറച്ച് പേരൊക്കെ പറയാണ്, എനിക്കും ഒരു വില്ല ഡിസൈൻ ചെയ്യാനുണ്ട്, ഒരു സ്ഥലം ഡിസൈൻ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്നെ പിന്നെ കോൺടാക്ട് ചെയ്യണമെന്നും പറഞ്ഞ് പെന്നിയോടൊക്കെ പറയാണ്. അവൾ തീർച്ചയായും ഞാൻ ഉറപ്പായിട്ടും ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പെന്നിയായിട്ട് ഈ ഇടയ്ക്ക് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത ഒരാൾ നിൽപ്പുണ്ട്. അപ്പോൾ ഫൂ ആണെങ്കിൽ അയാളടുത്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മിസ്റ്റർ ഷാവു, ഈ ഇടയ്ക്ക് നിങ്ങൾ ഏതോ ഡിസൈനറെ സാക്ക് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. നിങ്ങൾക്ക് പെന്നിയായിട്ട് കോപ്പറേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? അപ്പോൾ അയാൾ ഉടനെ പറയും, പിന്നെ ഉറപ്പായും, തീർച്ചയായിട്ടും എനിക്ക് കോപ്പറേറ്റ് ചെയ്യാൻ വളരെയധികം താല്പര്യമുണ്ട്, ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നൊക്കെ അയാളിങ്ങനെ പറയുകയാണ്. അപ്പോൾ പെന്നിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്, ഇവർക്ക് വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്നിട്ട് അവൾ അവനോട് താങ്ക്സ് പറയും, എന്നെ എൻ്റെ സ്റ്റുഡിയോനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്, എല്ലാത്തിനും നന്ദിയുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അവൻ പറയും, ഞാൻ നിൻ്റെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ എല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്.
അവളിങ്ങനെ അവൻ പറയുന്നതും കേട്ടിട്ട് കണ്ണ് മാറ്റുമ്പോഴത്തേക്കും അവളുടെ കണ്ണിൽ പെട്ടെന്ന് കാണുന്നത് അവൻ്റെ അമ്മയാണ്. അവൻ്റെ അമ്മ വേറെ ആരടുത്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, അയ്യോ അവൻ്റെ അമ്മ ഇവിടെ ഉണ്ടോ, അവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ, ഞാൻ ഷെങ്മിയാനാണെന്ന് എല്ലാവരും അറിയും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നും കരുതി അവൾ ഉടനെ അവനെ വിളിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്നിടത്തേക്ക് പോവാണ്. എന്നിട്ട് അവർ രണ്ടും നന്നായിട്ട് തന്നെ ഡാൻസ് ചെയ്യും. മറ്റേ ബാലെ ഡാൻസ് പോലത്തെ ഒരു ടൈപ്പ് ഡാൻസ്. അവൻ്റെ ഫൂഡ് അമ്മയും ചിങ്ങുമാണ് തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ പാർട്ടി ആക്ച്വലി 3 മാസത്തിന് ശേഷം നടത്താനിരുന്നതാണ്. ഏതോ ഒരു ഡിസൈനർ അവൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവൾ കാരണമാണ് എൻ്റെ മോനിപ്പോൾ ഈ പാർട്ടി ഇന്ന് നടത്താനായിട്ട് തീരുമാനിച്ചത്. ആരാണെന്തോ പെൺകുട്ടി, അവളെങ്ങനെയാണ് അവനെ വല വീശി പിടിച്ചത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാണ്. അപ്പോൾ ചിങ്ങിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എനിക്ക് അവളുടെ ബാക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് പെന്നിയാണെന്ന്. എന്നിട്ട് അവൻ്റെ അമ്മയോട് പറയും, അമ്മ നമുക്ക് പോയി ചെക്ക് ചെയ്യാം അവൾ ആരാണെന്ന്. അങ്ങനെ ഒരു താഴെ ഹോട്ടലിൽ വന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കും, ഇപ്പോൾ ഡാൻസ് കളിച്ച ആ പെൺകുട്ടി ആരാണ്. അപ്പോൾ അയാൾ പറയും, അവളിപ്പോൾ ബാത്റൂമിലോട്ട് പോയിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറയും. പെന്നിയാണെങ്കിലും ബാത്റൂമിൽ നിന്ന് മേക്കപ്പൊക്കെ ഫിക്സ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് അമ്മയും ചിങ്ങും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാം ഇന്നത്തോടെ പൊളിയുമോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.